ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനെ അവിടെ പ്രസംഗിക്കുകയാണ് ഈ ഒരു അംഗീകാരം കിട്ടിയതിന്റെ സന്തോഷമൊക്കെ. അപ്പൊ നവ്യ ഇങ്ങനെ മാളവികയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവക്കാണെങ്കിൽ ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു സങ്കടമോ ഇല്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ് എന്ന് നവ്യ സ്വയം ഇങ്ങനെ ചിന്തിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. ഇതേസമയം നയനെ അവിടെ ഈ ഒരു ദിവസത്തിന് പ്രാധാന്യത്തെ പറ്റിയും അതുപോലെ കിട്ടിയ അംഗീകാരത്തെ പറ്റിയൊക്കെ ഒരുപാട് സന്തോഷത്തോടെ സംസാരിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ ആൾക്കാർക്കൊക്കെ നന്ദി പറയാം. അതുപോലെ എന്റെ വിജയത്തിന് പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ച നിരവധി ആൾക്കാരുണ്ട്, അവർക്കെല്ലാവർക്കും നന്ദി പറയാണെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിന്റെ കോള് വരുന്നു. എന്റെ കുടുംബം, എന്റെ സ്വപ്നങ്ങൾ വിശ്വസിച്ചവരും എനിക്ക് എല്ലായ്പ്പോഴും പിന്തുണ നൽകിയതുമായ അവർക്ക് എന്റെ സ്നേഹപൂർവ്വമായ നന്ദിയൊക്കെ നമ്മുടെ നയന പറയുന്നു. ഇതൊക്കെ കേട്ട് അഭി കലികേറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും വളരെ സന്തോഷമായി എല്ലാവർക്കും. ഇതേ സമയത്ത് പിന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയെ കാണിക്കുന്നത്. അവരവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതെ, മോളെ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊപ്പമാണ് മോള് പോയത്. അവൻ അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവുമോ എന്ന് മുത്തശ്ശൻ പറയാം. ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നു. ഈ സമയത്ത് മുത്തശ്ശന്റെ കോള് നയനയുടെ ഫോണിലേക്ക് വരുന്നു. അപ്പോ മുത്തശ്ശന്റെ കോള്, ഇനിയിപ്പോ മുത്തശ്ശന്റെ പിണക്കെങ്ങാനും മാറിയോ എന്ന് നയനി ചിന്തിക്കുക. കാരണം നയനയുടെ ഫോണിലേക്ക് മുത്തശ്ശന്റെ കോള് വരുന്നു. ഇനി ഈ ഫോണും പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം കിട്ടുന്നില്ല, അവിടെ എന്തെങ്കിലും തിരക്കിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് വിളിക്കണമെന്ന് ചോദിച്ചപ്പം വേണ്ട, എന്റെ കോള് കണ്ടു കഴിഞ്ഞ പിന്നെ മോള് തിരിച്ചു വിളിച്ചോളും എന്ന് പറഞ്ഞു. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനെന്ന് മുത്തശ്ശി പറയുമ്പോ പിന്നെ ഞാനെന്ത് ചെയ്യായിരുന്നു? വിജയങ്ങൾ ഓരോന്നായി നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ് വസുന്ധരെ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു. ഇനിയിപ്പോ ജ്വല്ലറിക്കാരുടെ ഒരു കളിയും നടക്കാൻ പോണില്ലാന്നും. എന്നാ പിന്നെ ആദർശിനെയും നയനമോളെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നൂടെയും ചോദിക്കുമ്പം അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയുന്നു മുത്തശ്ശൻ. ആദർശ് നമ്മുടെ പ്രധാന ശത്രുവിന്റെ അരികിലെത്തിക്കഴിഞ്ഞെന്നും ഇനി അവനെ കയ്യോടെ പിടികൂടണമെന്നും പറയും. നാഗേന്ദ്രൻ എന്ന പേര് പോലെ തന്നെയാണ് അവന്റെ സ്വഭാവവുമെന്നും മുത്തശ്ശി നേരം പറയും. തനി നാഗൻ തന്നെ അവൻ. അപ്പൊ നാഗൻ പോലെ ഒരു ഭാര്യയ്ക്ക് നാഗൻ പോലെ തന്നെ ഒരു ഭർത്താവിനെയും കിട്ടി. അവന്റെ ആലോചന വന്നപ്പോൾ അവൻ വലിയ കുടുംബത്തിലെ പയ്യനാണെന്നൊക്കെയാണ് ഇവിടെ അവതരിപ്പിച്ചതും പറഞ്ഞതും ഒക്കെ. പിന്നെ അന്നെന്റെ തിരക്ക് കാരണം പയ്യനെ കുറിച്ച് കൂടുതലൊന്നും തിരക്കാനും പറ്റിയില്ല. അവൻ കാണാനും സുമുഖൻ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ ജലജയുടെ സ്വഭാവത്തെ പറ്റി അറിയാവുന്നത് കൊണ്ട് ആ ഒരു ഇതിനുള്ള ആൾ തന്നെയാണ് അവൾക്ക് കിട്ടിയതെന്ന് പറയും. എന്നാലും അന്ന് നടന്ന സംഭവങ്ങളെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ നിന്ന് ആ ഭയം വിട്ടു മാറിയിട്ടില്ല. എന്തൊരു മനുഷ്യനായിരുന്നു അവനെന്ന് മുത്തശ്ശി പറയണം. അവന്റെ സ്വഭാവം തന്നെ അവന്റെ മോനും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ചെയ്തത് നോക്ക്, നവ്യോ ജ്വല്ലറിയുടെ മോഡലാക്കി പിന്നീട് അവരുടെ ശുപാർശ പ്രകാരമാ അബിക്ക് ജോലി കിട്ടിയതെന്ന് വരുത്തി തീർക്കുകയും ചെയ്തെന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അബി അവരെ മാനേജറാക്കിയപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു അതിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട് എന്നുള്ളത്. പിന്നെ ആ കാരണം പക്ഷെ നാഗേന്ദ്രനായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം നമ്മുടെ കുട്ടികൾക്ക് അധികം പരിക്ക് പറ്റാതെ ഈ നാടകം ഒന്ന് ആടി തീർക്കണമെന്ന കാര്യം മുത്തശ്ശൻ പറയാം. അതിന് വേണ്ടുന്നതൊക്കെ ആദർശ് തന്നെ ഒരുക്കിക്കോളൂ എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇവര് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് പിന്നെ കാണിക്കുന്നത് ആദർശിന് നന്ദു പായസം കൊണ്ടേ കൊടുക്കുവാണ്. അങ്ങനെ നന്ദു പായസം കൊണ്ടേ കൊടുത്തു. അത് ആദർശ് കുടിച്ചു. കൊള്ളാലോ എന്ന് പറഞ്ഞു നിൽക്കുമ്പം എന്നാലും ഇതൊരു ഒന്നൊന്നര വിജയമായിപ്പോയില്ല ആദർശേട്ടാന്ന് നന്ദു പറയാട്ടോ. അവിടെ പോകാതിരുന്നത് വലിയ കഷ്ടമായിപ്പോയില്ലേ ആദർശേട്ടാ? പിന്നെ അനിയുള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ വിലക്കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പോകണ്ട നന്ദു, നയനയുടെ മുന്നില് നിന്റെ ചേച്ചി നവ്യ തല കുനിച്ച് നിൽക്കേണ്ടതെന്ന കാര്യവും പറഞ്ഞു. അതുപോലെ തന്നെ അഭിയും അങ്ങനെ നിൽക്കണമെന്നും ആദർശ് പറയുക. അവനെ അനിയുടെ മുന്നിൽ രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ തോറ്റു പോകുന്നതെന്ന് പറഞ്ഞപ്പം നയനേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതും ഇനി ആർക്കാ ടെൻഷൻ ഇല്ലാത്ത? റിസൾട്ട് വരുന്നത് വരെ നമ്മൾ മുൾമുനയിലായിരുന്നില്ലേ നിന്നതെന്ന് ആദർശ് പറയാം. ഇനിയെങ്കിലും മുത്തശ്ശന് മാറ്റം ഉണ്ടാകുമോ? നിങ്ങൾ രണ്ടാളെയും അങ്ങോട്ടേക്ക് വിളിക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പോ വിളിക്കാൻ സാധ്യതയൊക്കെ വളരെ കുറവാ. വിളിച്ചാലും ഞാൻ പോകുന്നുമില്ല. കമ്പനിയുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശൻ ഇവിടെ വന്ന് വിളിക്കണം, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ. ഇപ്പോ അവന്റെ ഭാഗ്യം കൊണ്ട് കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. അത് മുത്തശ്ശൻ നിസ്സാരമായിട്ട് കാണാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോ അത് അനിയുടെ മാത്രം കഴിവല്ലല്ലോ ആദർശേട്ടാ. അപ്പൊ ആരുടെ കഴിവാണെങ്കിലും അവൻ MD ആയി വന്നതിന്റെ ആ ഒരു ആശയല്ലേ അത്. അപ്പൊ അവൻ ആ കസേര തന്നെ ഇരിക്കട്ടെ എന്ന് ആദർശൻ നന്ദുവിനോട് പറഞ്ഞു. അവൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നും പറഞ്ഞു. എന്നാലും ആദർശേട്ടനാണ് ആ കസേര കൂടുതൽ ചേരുന്നതെന്ന് അനി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതാണ് സത്യവും. അതിപ്പോ
പഴയ ആള് പോയിട്ട് പുതിയ ആള് വരുമ്പോൾ അതത്ര പോരാ എന്ന് എല്ലാവർക്കും തോന്നും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം പൊരുത്തപ്പെട്ട് പോയിക്കോളൂ എന്ന് ആദർശ് പറയാം. നിന്റെ ചേച്ചി ഉണ്ടല്ലോ, അവളെ ഒരു ഇന്റർനാഷണൽ താരമായിക്കൊണ്ടിരിക്കുക കേട്ടോ എന്ന് ആദർശ്. ഇനി വിദേശത്തു നിന്നൊക്കെ ക്ഷണം ഉണ്ടാകും. അവിടെ പല ഫംഗ്ഷനും പങ്കെടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ ഒരു നേട്ടം അനന്തപുരിയിലെ ഒരു പെൺകുട്ടികൾക്കും കിട്ടിയിട്ടുമില്ല എന്നും പറഞ്ഞു. ഇങ്ങനൊരു അവസരത്തില് എന്നെയല്ല അവളെ ചേർത്ത് പിടിക്കേണ്ടതാണ് മുത്തശ്ശൻ. പക്ഷേ പുള്ളിക്കാരന്റെ മനസ്സിൽ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ പോലീസ് ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നതേ മുത്തശ്ശന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടാളോടും വലിയ സ്നേഹം തന്നെയാണെന്നാ. അപ്പൊ അതിനോട് സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ. എന്റെ കൂടെ അവള് വന്നതല്ലേ മുത്തശ്ശന് ഇഷ്ടപ്പെടാതെ പോയത്. അത് തന്നെയാണ് വലിയ കഷ്ടം. പിന്നെ നീ പറയുന്നത് പോലെ മുത്തശ്ശന്റെ തീരുമാനങ്ങളും ചിന്തയും എന്തൊക്കെയാണെന്നൊന്നും പ്രവചിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. നിന്റെ സാമ്പിൾ എന്തായാലും കൊള്ളാം കേട്ടോ എന്നും പറഞ്ഞു ആദർശ്. ഇനി എല്ലാവരും വന്നതിന് ശേഷം നമുക്ക് വിശാലമായിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ ഇരിക്കും. ഈ സമയത്ത് നയന അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നയന എന്തൊക്കെയാണോ എന്തായിരുന്നോ ഇതെല്ലാം അവിടെ എല്ലാവരോടും ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ കേട്ട് നവ്യ വലിയ ഇഷ്ടമില്ലാത്ത രീതിയിൽ അഭിനയിച്ച് അവിടെ ഇരിക്കുന്നു. അങ്ങനെ നവ്യ ഇരിക്കുന്ന സമയത്ത് അഭി വാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കാം. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ പോവുകയാണ്. അപ്പൊ നവ്യയും മാളവികയും അവിടുന്ന് പോയി. ഈ സമയത്ത് നയന വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോ അതിനകത്ത് മുത്തശ്ശന്റെ ഒക്കെ കോള്. അപ്പത്തേക്ക് നയന അയ്യോ മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടല്ലോ, ഫോൺ അനിയുടെ കയ്യിലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അനി നയനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് പോണു. പുറത്ത് ഇറങ്ങി ചെന്നിട്ട് മുത്തശ്ശനെ വിളിക്കുക. നമ്മൾ വിജയിച്ചു മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പതേ പുറകിൽ കൂടെ നമ്മൾ അനി ഇറങ്ങി വരുന്നു. ഇവരുടെ ഫോൺ വിളി കേൾക്കുക കേട്ടോ. അപ്പൊ അനി കാര്യം പൊക്കി. അങ്ങനെ ഇവര് സംസാരിക്കുന്ന. അപ്പൊ കുറെ പേര് മോളുടെ പരാജയം കാണാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നല്ലോ, നവ്യ ഉൾപ്പെടെ പലരും. എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോ എല്ലാരും വിളറി വെളുത്തിവിടുന്ന് പോട്ടുണ്ട് മുത്തശ്ശ എന്നൊക്കെ നയന. ജ്വല്ലറിയുടെ കൊമ്പൊടിഞ്ഞല്ലോ, എന്നിട്ടും അതിന്റെ തലപ്പത്തുള്ളവനെ കണ്ടെത്താൻ പറ്റിയില്ല എന്നും ഇത്രയും പെട്ടെന്ന് ആദർശ് അവന്റെ അരികിൽ എത്തട്ടെ എന്നും പറഞ്ഞപ്പം ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് നമ്മുടെ നയന ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. എന്തായാലും ഇവരുടെ കള്ളത്തര അനി പൊക്കി. അങ്ങനെ അനി ഇതെല്ലാം കേട്ടിട്ട് പതുക്കെ അവിടുന്ന് അകത്തേക്ക് നയനെ കാണാതെ കയറി അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും ആദർശിനെ കേട്ടോ. വിജയികളെ കാത്തിരുന്നിട്ട് അവരെ കാണുന്നില്ലല്ലോ ആദർശേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ആദർശ് ദേ ആർക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആർക്കാ ട്രീറ്റ് കൊടുക്കേണ്ടത്? എനിക്കാണോ അതെയോ നയനക്കാണോ ചോദിക്കുമ്പം അത് പിന്നെ രണ്ടുപേർക്കും കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അതാ പ്രശ്നം. നീയും അനിയും തമ്മിൽ കാണുന്നത് എല്ലാവർക്കും പേടിയാണെന്ന കാര്യം ആദർശ് നന്ദുവിനോട് പറയാം. പിന്നെ എന്റെ അനിയനെ എനിക്ക് വിശ്വാസമാ, നയനക്കാണെങ്കിൽ നന്ദുവിന് അതിനേക്കാളും വിശ്വാസം. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഒന്നിച്ചു വരുമ്പം ഞങ്ങൾക്ക് നിങ്ങളെ പിടികിട്ടാത്ത ഒരവസ്ഥയാണെന്ന് ആദർശ് പറയുന്നു. ആ തക്ക സമയത്ത് തന്നെ അവര് വരുന്നു. അവരെ കണ്ടപ്പോഴത്തേക്കും ഇവർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ നന്ദു. നിങ്ങൾ അഭിനന്ദിക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു നന്ദു എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. ഈ സമയത്ത് നന്ദു ഇങ്ങനെ അനിയെ നോക്കുക കേട്ടോ. ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ അത് ശ്രദ്ധിച്ചു. അനിയുടെയും നന്ദുവിന്റെ കണ്ണുകൾ കൊണ്ടുള്ള ഒരു നോട്ടം. അങ്ങനെ നീ MD ആയതിനു ശേഷം ഒരു തകർപ്പൻ വിജയം കൂടി. ഇതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല, ഈ നിൽക്കുന്ന ആൾക്കാണെന്ന് അനി പറയാട്ടോ. അങ്ങനെ പറഞ്ഞ് നിൽക്കാം നയന. ജഡ്ജസ് ഡിസൈനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തേ ഞങ്ങളൊന്നും ഭയന്നായിരുന്നു ആദർശേട്ടാ. ജ്വല്ലറിയുടെ ഡിസൈനോടാ അവര് കൂടുതൽ താല്പര്യം കാണിച്ചതെന്നുള്ള കാര്യം അനി പറയുവാണ്. ആ നേരത്ത് അവരുടെ മുഖത്ത് നല്ല തെളിച്ചമുണ്ടായിരുന്നു. പക്ഷെ വിധി വന്നപ്പോ സംഗതി മാറി മറിഞ്ഞു എന്ന കാര്യവും അനി ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോ ഒരുപാട് സന്തോഷത്തോടെ നമ്മുടെ നയന നിൽക്കുക. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, അബി നവിയേച്ചിയൊക്കെ. മുഴുവൻ സമയം അവിടെ ഇരിക്കാനുള്ള ക്ഷമ അവർക്ക് ഇല്ലായിരുന്നു, അവര് പോയെന്ന് പറഞ്ഞു നയന. എന്തായാലും ജ്വല്ലറിയുടെ അടിവേരുകളൊക്കെ ഒന്ന് വിജയമായി പോയി നമ്മുടേത്. ഇനി നമുക്ക് മുത്തശ്ശന്റെ മുന്നിലേക്ക് തലയുയർത്തി പിടിച്ച് ചെല്ലാവല്ലോ എന്ന് പറഞ്ഞപ്പം അതിലൊന്നും കാര്യമില്ല എന്റെ ഏട്ടാന്ന് അനി. എത്രയും പെട്ടെന്ന് ഏട്ടൻ അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് MD സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അനി പറയാ. അപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന്. അപ്പോഴേ എലിസബത്ത് നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കുടിച്ചിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. ആ സമയത്ത് നന്ദുവിന് മുഖത്തൊരു ചിരി. അതുപോലെ തന്നെ നമ്മുടെ നയന ഇവരെ രണ്ടുപേരെയും നോക്കുവാണ്. അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കുന്നു. അങ്ങനെ നീ കുറച്ച് കഴിഞ്ഞൊന്നും പോകണ്ട, പായസം കുടിച്ചിട്ട് ഓടണം തന്നെ വിട്ടോളണോ എന്ന് ആദർശ് അന്നേരം പറഞ്ഞു. നയനയ്ക്ക് കാര്യം മനസ്സിലായി. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് അവിടെ ഡേവിഡും ഇവരെല്ലാരും തോറ്റ് തുന്നം പാടി തലയും കുനിച്ച് വന്ന് നിൽക്കുവാണ് നാഗേന്ദ്രന്റെ മുന്നിൽ. മകളും ഉണ്ട്. നാണം കെട്ട് വന്ന് അച്ഛന്റെ മുന്നിൽ ഇങ്ങനെ മകൻ നിൽക്കുന്നു. അവളെ സൂക്ഷിണം കേട്ടോ ആ മാളവികയെന്ന് നാഗേന്ദ്രൻ പറയുന്നു. അവൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു, എന്നിട്ടും ജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പം കമ്പനിക്കകത്ത് അത് ചാരനുണ്ടായിരുന്നു പറഞ്ഞിരുന്നല്ലോ, ഇനി അത് അവളായിരിക്കോ എന്ന് അവന്തിക പറയുമ്പോ എന്തൊക്കെ അവന്തിക നീ പറയുന്നേ, ഒരിക്കലും അവളെ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അബി.
നിനക്ക് അവളോട് വലിയ കൂറാണല്ലോ എന്ന് നാഗേന്ദ്രൻ. കുറച്ച് അടുപ്പം കൂടുതലാണ് മകന് മാളവികയോട് ഡേവിഡ് പറഞ്ഞു. ഈ മകനാണെങ്കിലും പറയുക, സ്ത്രീ വിഷയത്തിൽ നീ കുറച്ച് കുഴപ്പമാണ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊന്നും അല്ല, ഒരുപാടാണെന്ന് അവന്തിക അബിയോട് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? സൗഹൃദം വേറെ, ബിസിനസ് വേറെ, അവിടെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് ഈ അവന്തിക പറയുക. അബിയേട്ടൻ പക്ഷേ നന്നായി അവളെ ഫേവർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പം തോറ്റ വിഷമത്തിൽ നിൽക്കുക ഞാൻ. അതുകൊണ്ട് അനിയുടെ മുന്നിൽ രണ്ടാമത്തെ തവണ ഞാൻ തോൽവി സമ്മതിക്കുന്നത്. അതിന്റെ കൂടെ നയന കളക്ഷൻസ് എന്ന് പറഞ്ഞ തരംഗം സൃഷ്ടിച്ച അവളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സ്വർണത്തിന് എത്ര വില കൂടിയാലും സ്ത്രീകൾക്ക് അതിനോടുള്ള കമ്പം അത് കുറയില്ല. ഇനി മൂർത്തി ജ്വല്ലറിയുടെ മുന്നിൽ നമുക്കിനി എത്താൻ പറ്റത്തില്ല എന്ന് ഈ നാഗേന്ദ്രൻ പറയുക. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, കാശുള്ളവന് പണിക്കൂലി ഒരു പ്രശ്നമേ അല്ല എന്ന്. അവർ മൂർത്തി ജ്വല്ലറിയിലേക്ക് ഇടിച്ചു കയറുമെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ ഞാൻ മാളവികയെ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതരുത് വെച്ചാ. അവൾ അവളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അവസാന നിമിഷം വരെ ഞങ്ങൾ ഈ കോമ്പറ്റീഷൻ വിജയിക്കും എന്നുള്ള ആ ഒരു വിചാരത്തിൽ തന്നെ ആയിരുന്നു. ജഡ്ജസിന്റെ ഓരോ സമീപനവും അത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ വിധി വന്നപ്പോ കാര്യങ്ങൾ മാറി മറിയുകയാണ് ചെയ്തത്. അനന്തമൂർത്തിയുടെ ഒരു സ്വാധീനം ആ വിധിയിൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ലെന്ന് പറയും. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് മുൻകൂട്ടി കാണണമായിരുന്നു എന്ന് നാഗേന്ദ്രൻ. ഞാൻ നേരത്തെ തന്നെ തന്നോട് പറഞ്ഞിരുന്നതല്ലേ, അനന്തമൂർത്തി തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന്. അത് മാത്രമാണോ? ആദർശ് ജ്വല്ലറിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇതെന്ന കാര്യവും നാഗേന്ദ്രൻ പറഞ്ഞു. ജയിച്ചത് എങ്ങനെയാണെങ്കിലും ശരി, അനിയേട്ടന് ഭാഗ്യമുണ്ട്. അനിയേട്ടൻ MD ആയതിനു ശേഷം മൂർത്തി ജ്വല്ലറിക്ക് വിജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവധിക പറയുമ്പം, അതിപ്പോ നീ പ്രാർത്ഥിച്ചു കാണും ശത്രുക്കള് ജയിക്കണേന്ന്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് അവന്തിക നേരെ അബിയോട് ചോദിച്ചു. മറ്റാരെക്കാളും വലുതാണ് എനിക്ക് എന്റെ അച്ഛനെന്ന് അവന്തിക അബിയോട് പറഞ്ഞു. പിന്നെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ആയതില് എനിക്ക് അബിയേട്ടന്റെ അത്രയും വിഷമം ഇല്ലെന്നാ പറഞ്ഞത്. മോളെ, ഇനിയിപ്പോ അനിയാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്. അവനെ നീ മുറുകെ പിടിച്ചോളണമെന്ന് അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് തടസ്സം ഉണ്ടെന്നല്ലേ പറയുന്നത് സാറേ? അപ്പൊ അതെന്ത് തടസ്സമാണോ? ആ തടസ്സങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. മൂർത്തി ഇനി നമുക്ക് ജയിക്കാൻ മൂർത്തി ജ്വല്ലറിയിലും അനന്തപുരി തറവാട്ടിലും പിടിമുറുക്കുകയാണ് വേണ്ടതെന്ന കാര്യം അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം ഇവൻ പറയുന്നത് പോലെ മാളവിക ചിലപ്പോൾ നല്ലവളായിരിക്കും എന്ന് നാഗേന്ദ്രൻ. എന്തായാലും ശരി, നമ്മുടെ സ്റ്റാഫുകളെയൊക്കെ നമ്മളൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് നാഗേന്ദ്രൻ. ഇവന്റെ ഭാര്യയെ പോലും അവൾക്ക് ആദർശനോടൊക്കെ ഭയങ്കര ദേഷ്യമാണച്ചാ. ആ ദേഷ്യമുള്ളവളെ എപ്പോഴെങ്കിലും നിന്റെ ചതി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ എന്ന് നാഗേന്ദ്രൻ ചോദിക്കുക. അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പൊ അതിനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിലേ അവൾ എപ്പോഴേ എന്നെ കൊന്നേനെന്ന് അഭി നാഗേന്ദ്രനോട് പറയാം. സാറിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സാറേ എന്ന് ഡേവിഡ്. നയന, അവള് നമ്മൾ വിചാരിച്ചതുപോലെയല്ല. സ്വന്തം ബുദ്ധി കൊണ്ട് ലോകത്തെ മുഴുവനും ഞെട്ടിക്കാൻ കഴിവുള്ളവളാണ്. അത് ഈ ഒരു ഒറ്റ സംഭവത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറയും. അമ്മയാകാൻ പോകുന്നവളാ. എന്നിട്ട് കുത്തിയിരുന്ന പുതിയ പുതിയ ഡിസൈനുകൾ തയ്യാറാക്കിക്കൊണ്ട് അവള് വന്നത്. അപ്പൊ എടാ ഡേവിഡേ, മാളവിക അവിടെ തൽക്കാലം നിൽക്കട്ടെ. പക്ഷെ അവളെക്കാളും മിടുക്കുള്ള ഒരു ഡിസൈനറെ കിട്ടുമ്പോ അവളെ മെല്ലെ അങ്ങ് ഒഴിവാക്കാമെന്ന് നാഗേന്ദ്രൻ പറയണു. അത് കേട്ടപ്പോ അബിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും ശമ്പളം കൊടുത്ത് തോൽക്കാനായിട്ട് ഒരു ഡിസൈനറെ നമുക്ക് വേണ്ട എന്ന് പറയുമ്പോ ശരി സാർ എന്നും പറഞ്ഞ ഡേവിഡ് നാഗേന്ദ്രനും അത് അങ്ങ് ഒപ്പിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നയന ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ആദർശൻ അങ്ങ് പോയില്ലേ ഏട്ടത്തി, ഞാനും പോയേക്കും കേട്ടോ എന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും അനിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുമായിരിക്കും അല്ലേ എന്ന് നയന ചോദിക്കണം. അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി എന്ന് പറഞ്ഞു അനി. പിന്നെ നന്ദു അല്ലേ അകത്ത് എന്ന് ചോദിക്കുമ്പോ ഉണ്ട്, ഞാൻ പോവാണെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു എന്ന് പറയുമ്പം അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവളോട് പറഞ്ഞോളാം അനി പോയിക്കോ നയന. അല്ല, അത് ഞാൻ വന്നപ്പോ അവളെ കണ്ടിരുന്നല്ലോ. നിങ്ങൾ പരസ്പരം കണ്ടിരുന്നു. ഇനിയിപ്പോ പ്രത്യേകിച്ചൊരു യാത്ര ചോദിക്കലിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്നാ ശരി ഏട്ടത്തി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ പോകാൻ തുടങ്ങുന്നു. നിനക്കെന്താ ഒരു പരിങ്ങലനി? എനിക്കെന്ത് പരിങ്ങല്? നിങ്ങൾക്കൊക്കെ എന്നെ സംശയമാണല്ലോ. നന്ദുവിനോടൊന്ന് യാത്ര ചോദിക്കുന്നു പറഞ്ഞപ്പോഴും സംശയമാണല്ലോ. അതുപോലുള്ള സംശയങ്ങളൊക്കെ എന്റെ ഉള്ളിലും ഉണ്ട് എന്ന് നമ്മുടെ അനി നനിയോട് പറയുന്നു. എന്ത് സംശയമാണ് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അപ്പൊ അനി എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ നയന. അപ്പോൾ നയന ഇങ്ങനെ തിരിഞ്ഞു നോക്കി നന്ദു വന്ന് നയനയുടെ പുറകിൽ നിൽപ്പുണ്ട്. നന്ദുവിന് മൊത്തം ഭയങ്കര സങ്കടം. നീ വന്നോ? നിനക്കും ഹനിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിച്ചപ്പം പോയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് നന്ദു പറയാം. ഇവിടുത്തെ സംസാരമൊക്കെ ഞാൻ കേട്ടോണ്ട് നിൽക്കുമായിരുന്നു എന്ന് നമ്മുടെ നന്ദു നയനയോട് പറഞ്ഞു. എവിടെ വെച്ച് അനി എന്നോട് യാത്ര ചോദിച്ചു പോയെന്ന് കരുതിയിട്ടേ
ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല എന്ന് പറയും. അനി പോകുന്ന സമയത്ത് നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചേനെ, പക്ഷേ ഇടയ്ക്ക് വിളിച്ചപ്പോ അമ്മ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അച്ഛനും അമ്മയ്ക്കും നെഞ്ചെടുപ്പ് കൂടി. ഇത് കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊന്ന് നന്ദു അന്നേരം പറയാം. വീട്ടിൽ ഇത്തിരി ലേറ്റ് ആയിട്ട് ചെന്ന ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ദൂരേക്ക് പോകേണ്ടി വന്ന ഞാനും അനിയും ചുറ്റിയടിക്കുകയാണെന്ന് അവരുടെ ഒക്കെ വിചാരമെന്ന് നന്ദു. അതിൽ കുറച്ചൊക്കെ സത്യമില്ലേ? നിന്നെ അവൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ അവന്തികയെ വേണ്ടെന്ന് അവൻ വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അതുകൊണ്ടൊന്നുമല്ല എന്നും അവരൊന്നിച്ച് ഒരു വീട്ടിൽ കളിച്ചു വളർന്നവരല്ലേ എന്നും അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ കല്യാണം കഴിക്കാൻ തോന്നത്തില്ലായിരിക്കും ചേച്ചി എന്ന് നമ്മുടെ നന്ദു പറഞ്ഞപ്പം അതെ, അത് അവരുടെ രീതിക്ക് കല്യാണം കഴിച്ച് പോയിക്കോളും. നീ അതിനിടയിലേക്ക് ഇടയ്ക്കേറി ചെല്ലാൻ നിൽക്കേണ്ട, എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ എന്ന് നയന പറഞ്ഞു. അത് പറഞ്ഞ് നയന എവിടെ നിന്ന് പോയി. നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ച് നയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ അനി അങ്ങോട്ടേക്ക് കയറി ചെന്നു. അനി കയറി ചെന്നപ്പം അവരെ അഭിനന്ദിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നിന്നെ അഭിനന്ദിക്കാൻ വേണ്ടി ഇരുന്നപ്പോ നീ ഞങ്ങളെ വന്ന് അഭിനന്ദിക്കുകയാണോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. ഞാൻ അഭിനന്ദിച്ചതേ എന്റെ വിജയത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, മുത്തശ്ശനെ അഭിനന്ദിച്ചതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അഭിനന്ദിച്ചതിന് നീ എന്നെ അഭിനന്ദിക്കുകയാണോ എന്ന് ചോദിച്ചപ്പം എന്നെ അഭിനന്ദിച്ചതിനല്ല, ഏട്ടത്തിയെ അഭിനന്ദിച്ചതിനാണെന്ന് അനി പറയുമ്പോ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ആ സമയത്ത് നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലായില്ല. ഫംഗ്ഷൻ ഇടയിൽ വെച്ച് ഏട്ടത്തിയുടെ നല്ലൊരു പ്രസംഗം ഉണ്ടായിരുന്നെന്നും ആ പ്രസംഗത്തില് മുത്തശ്ശനെയാ ഏട്ടത്തി ഏറ്റവും കൂടുതൽ പുകഴ്ത്തി സംസാരിച്ചതെന്നും പിന്നെ അതിനുശേഷം ആദർശേട്ടനെയും വല്യമ്മയും ഒക്കെ എടുത്ത് പറഞ്ഞതെന്ന കാര്യവും അനി ഇങ്ങനെ പറയണു. അങ്ങനെ അത് കേട്ട് ഇവരന്തം വിട്ടിരിക്കുക. ആ സമയത്താണ് ഏട്ടത്തിക്ക് ഒരു കോൾ വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ അനി വിവരങ്ങളൊക്കെ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട മുത്തശ്ശനും അയ്യോ എന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ എനിക്കൊരു സംശയം, ഏട്ടത്തി വിളിച്ചത് മുത്തശ്ശനെ തന്നെയാണോ എന്ന്. മുത്തശ്ശി ഏട്ടത്തി ഫോൺ എടുത്തോണ്ട് പോകുന്നായിരുന്നല്ലോ. ആ കാര്യമൊക്കെ അനി അവിടെ പറയുമ്പോൾ മുത്തശ്ശനും ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.